السلام عليكم يا أحبة كيف الحال എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ സ്കൂൾ തുറക്കാൻ ഇനിയും കുറേ ദിവസം നമ്മൾ കാത്തിരിക്കണം അല്ലേ? അപ്പോൾ ഓൺലൈൻ വഴി നമുക്കുള്ള പഠനം ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ദുആ കൂടി ആരംഭിക്കാം അല്ലേ? ഹൽ അൻതും ജാഹിസ്? എല്ലാവരും റെഡിയല്ലേ? എന്നാലേ നമുക്ക് ഒന്ന് കേൾക്കാം. കേട്ട് എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്കാം. ഓക്കെ. يا إلهي يا إلهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات واملأ الصدر انشراحا وفمي بالبسمات وأعني في دروسي وأداء الواجبات وأنر عقلي وقلبي بالعلوم النافعات واجعل التوفيق حظي ونصيبي في الحياة واملأ الدنيا سلاما شاملا كل الجهات واحمني واحمي بلادي من شرور الحادثات يا إلهي يا إلهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات واملأ الصدر انشراحا وفمي بالبسمات وأعني في دروسي وأداء الواجبات وأنر عقلي وقلبي بالعلوم النافعات واجعل التوفيق حظي ونصيبي في الحياة واملأ الدنيا سلاما شاملا كل الجهات واحمني واحمي بلادي من شرور الحادثات يا إلهي يا إلهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഈ പാട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഒന്ന് എല്ലാവരും ചൊല്ലി പഠിക്കണം. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത്, ഒരു ചിത്രം കാണിച്ചു തരാം. ഈ സൂറത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? എന്തൊക്കെയുണ്ട്? വലതു. പിന്നെ എന്താ ഉള്ളത്? വലതി. ആ വലതിന്റെ കയ്യിൽ എന്താ ഉള്ളത്? സ്വർണത്തിന്റെ അല്ലെ? വലതി മിൻ ഐന ഹസല വലതു ഹാദൽ ഖിലാദ. മിൻ ഐന ഹസല, എവിടുന്നാ കിട്ടിയത്? മിൻ ഐന ഹസൽ വലതു അൽ ഖിലാദ. അയ്വ മിൻ ത്വരീഖ്, മിൻ ത്വരീഖ് വഴി വെച്ച് അല്ലേ? മിൻ ത്വരീഖ് ഹസൽ വലതു ഖിലാദത്തൻ. ഇത് ആരുടെ ഖിലാദത്തായിരിക്കും? ശുഫില വജ്ഹിൽ ബിത്ത്. ماذا نرى
ഹിയ തബ്കി البنت حزينا هي تبكي عسى هذا الكلادة لبنته ഈ പെൺകുട്ടിയുടേതാവാം. ഫക്കറൽ വലത്, ഈ വലത് ചിന്തിക്കുകയാണ്. നമ്മുടെ ഈ വലതിന് തൊരീക്കിൽ വെച്ചിട്ട് ഒരു കിലാദത്ത് ദഹബിയ, നല്ല വിലയുള്ള സ്വർണത്തിന്റെ മാല അല്ലേ? സ്വർണത്തിനൊക്കെ നല്ല വിലയാണ്, വിറ്റാ നല്ല പൈസ കിട്ടൂലേ? അതെ. ഈ വലതിന് ഒരു കിലാദത്ത് ദഹബിയ കിട്ടുകയാണ് വഴി. അപ്പൊ അവൻ ആലോചിക്കാം, നമുക്കും ഇതുപോലുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. എന്തൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക? ചില ആളുകളുണ്ട്, അവരെന്താ ചെയ്യാ, അവര് ഇതെങ്ങനെ കൈക്കലാക്കാമെന്ന് ആലോചിക്കും. ആദ്യം തന്നെ രണ്ട് ഭാഗത്തേക്കുമെല്ലാം നോക്കും, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ കിലാദത്ത് എന്താക്കും, മെല്ലെ കീശലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു, എന്നിട്ട് അത് നല്ല വിലക്ക് വിറ്റ് അടിച്ച് പൊളിച്ചില്ലേ പല സാധനങ്ങളും വാങ്ങിക്കും. പക്ഷെ ഈ വലത് ഹാദൽ വലതും സ്വാലിഹ്, വലതും സ്വാലിഹ് നല്ല കുട്ടിയാണ്, നിങ്ങളൊക്കെ പോലെ വലതും സ്വാലിഹ്. അവൻ ഇങ്ങനെ ഒരു കിലാദത്ത് കിട്ടിയപ്പോ അവന്റെ മനസ്സിൽ വന്നത് ഇത് ഏതോ ഒരു കുട്ടിയുടേതായിരിക്കും. ആ കുട്ടി ഇപ്പം ഇത് കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അവരുടെ വീട്ടുകാർ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തതായിരിക്കും. ഇത് നഷ്ടപ്പെട്ടാല് ആ കുട്ടിക്ക് വല്ലാതെ സങ്കടമായിരിക്കും എന്നൊക്കെ ഈ വലത് ചിന്തിച്ചു. മാതാ യഫ്അലു ഹാദൽ വലദ്, ഈ കുട്ടി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നഅം ശുഫ് ഹാദൽ വലദു യൽബസു ബദ്ല, യൂണിഫോമാണ്. അപ്പോൾ ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിക്കായിരിക്കും ഈ കിലാദത്ത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അത് സ്കൂളിലേക്ക് എത്തിച്ച് സാറ് കയ്യിൽ കൊടുത്ത് സാർ അത് അന്വേഷിച്ച് ആരാന്നൊക്കെ കണ്ടെത്തി ആ കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ ആവുമ്പോൾ ഈ വലതിനോട് മറ്റുള്ളവർക്ക് എന്താ തോന്നാം? വളരെ ഇഷ്ടം തോന്നും അല്ലേ? അല്ലേ? അതെ, നല്ല കുട്ടി, ഇവനെ കണ്ടു പഠിക്കണം, ഇതുപോലെ ആവും എന്നൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പറയും. അപ്പൊ നമ്മള് നല്ലത് ചെയ്താൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. അപ്പൊ നമ്മളെപ്പോഴും എന്താണ്? സ്വാധിക്കണം. സ്വാധികം എന്ന് പറഞ്ഞാൽ സത്യസന്ധത പുലർത്തണം. വലതും സ്വാലിഹാണ്, നല്ല കുട്ടികളാണ്. അപ്പോഴാണ് എല്ലാവർക്കും നമ്മളെ. നിങ്ങൾക്കറിയുമോ അൽ അമീൻ എന്ന് പേരായ ഒരു കുട്ടിയെ പറ്റി? വളരെ പണ്ട് അങ്ങ് മക്കയിൽ അൽ അമീൻ എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങളായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു കാരണമാണ് അല്ലെ? എന്താ കാരണം? വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നബിതങ്ങള് സത്യം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിശ്വാസമായിരുന്നു, എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു. അപ്പൊ നബിതങ്ങൾ എല്ലാവരും അൽ അമീൻ എന്നുള്ള ഒരു ഓമന പേരിട്ടാണ് വിളിച്ചത്. അപ്പൊ സത്യം പറയുന്നവരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, അവർ വിശ്വസിക്കും. അതേസമയം കളവ് പറയുന്നവരെ ആരും വിശ്വസിക്കില്ല, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാം. അപ്പൊ നമ്മളെ എങ്ങനെയുള്ള കുട്ടികളാവണം? വലതും സ്വാലിഹ്, വലതും സ്വാദിഖ്, സത്യസന്ധതയുള്ള കുട്ടികളാവണം. നമ്മള് കളവ് പറഞ്ഞ് രസിച്ച ഒരു റായിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റായി ആട്ടിടെ, ആടുകളെ മേയ്ക്കാൻ പോകുന്ന ആട്ടിടേന്റെ കഥ കേട്ടിട്ടുണ്ടോ? അപ്പൊ കഥ ആരംഭിക്കാം. നമ്മുടെ കഥയുടെ പേരാണ് കളവ് പറയുന്ന റായി. മൂന്നുൽ സമാൻ ആശ റായി ഫിൽ ഖറിയ, ഒരു ഗ്രാമത്തിൽ ഒരു റായി ജീവിച്ചിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു റായി ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും അവന് അവന്റെ വനമുകളുമായി, ആട് വനമുകളുമായി
അവൻ അടുത്തുള്ള വാദിയിലേക്ക് പോകും. വാദി കുന്നിൻ ചെരുവ്. ആ വാദിയിൽ ധാരാളം പുല്ലുകളുണ്ട്. ആ വാദിയോട് ചേർന്ന് ഒരു വാവ കാടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഈ റായി വനമുകളുമായി വാദിയിലേക്ക് ചെല്ലും. വഹുന അൽ ഗനമു തർതഉ ഫിൽ ഹുകൂൽ. തർതഉ പുല്ല് മേഞ്ഞ് അങ്ങനെ നടക്കും. എവിടെ പുല്ല് മേഞ്ഞ് നടക്കുന്നത്? ഫിൽ ഹുകൂൽ, ആ പുൽമേടിൽ. ആ വിശാലമായ ഹുക്കൂലില് ഉശ്ബ് തിന്ന്, പുല്ല് തിന്ന് അവ എങ്ങനെ നടക്കും? തർതഉ ഫിൽ ഹുകൂൽ. പുല്ല് തിന്ന് നടക്കുന്നതിന് നമ്മൾ എന്ത് പറയാം? തർതഉ, മേഞ്ഞ് നടക്കും. അങ്ങനെ രാവിലെ അവന് വേണ്ട ആഹാരങ്ങളൊക്കെ പൊതിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കഴിച്ചു വനമുകളുമായി വാതിലേക്ക് ചെന്നു. അൽ വനമു തർതഉ ഫിൽ ഹുകൂൽ. വനമുകൾക്ക് പുല്ല് മേഞ്ഞിങ്ങനെ നടക്കും. ആ സമയം നമ്മുടെ റായി ഒരു ഷജറയുടെ തണലിൽ ചെന്നിരിക്കും. അവിടെ വിശ്രമിക്കും. അവിടെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. വനമുകൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? കാടിനുള്ളിലേക്ക് ചെന്നെത്തി പോകുന്നുണ്ടോ? ദൂരേക്ക് പോകുന്നുണ്ടെങ്കിൽ അവ വടിയുമായിട്ട് ഓടിക്കും. ഫിൽ മസ, വൈകുന്നേരം യർജിഉ റാഇ വൽ ഗനമു ഇൽ ബൈതി. യർജിഉ, തിരിച്ചുപോയി. റാഇയും ഗനമുകളൊക്കെ യർജിഉ ഇലാ ബൈതി. ഇതായിരുന്നു പതിവ്. ഒരു ദിവസം നമ്മുടെ റായിക്ക് തോന്നി, ഇന്ന് എന്റെ ഗ്രാമവാസികളെ ഒന്ന് പറ്റിച്ചാൽ. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ അൽ ഗനമു തർതഉ ഫിൽ ഹുകൂൽ, പുല്ലുമേഞ്ഞ് അങ്ങനെ നടക്കുന്നു. ആ സമയം അവൻ ഉറക്കെ കരഞ്ഞു, സാഇദൂനി സാഇദൂനി, ജാഅ ദീബ്, ദിബ് വന്നു. സാഇദൂനി, സഹായിക്കണേ സഹായിക്കണേ. ജാഅ ദീബ്, ദിബ് വന്നു. അഖദൽ ഗനം, എന്റെ ആടുകളെ പിടിക്കുന്നു. സാഇദൂനി, ആരെങ്കിലും രക്ഷിക്കണേ, ഓടി വരണേ എന്ന് ഉറക്കെ കരഞ്ഞു. അവരുടെ കരച്ചില് അങ്ങ് ദൂരെ ഗ്രാമത്തിലെത്തി. ഗ്രാമവാസികൾ ഇത് കേട്ടു. അവർ അവനെ സഹായിക്കാൻ വേണ്ടി ആയുധങ്ങളുമായിട്ട് ഓടിച്ചു. ചെന്ന സമയം അവര് വന്നപ്പോ അവിടെ ദിഹിബിനെ ഒന്നും കാണുന്നില്ല. മാത്രല്ല ഇവനൊരു ഭാഗത്ത് അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു. അവര് ചെന്ന് വിളിച്ചു, ഏയ് നീ ഇപ്പൊ കരഞ്ഞോ? ഞങ്ങൾ കേട്ടല്ലോ ശബ്ദം, എന്താ പ്രശ്നം? ഇവ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. ഈ റായി ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു, ഏയ് ഞാൻ വിളിച്ചിട്ടില്ല, എനിക്കറിയില്ല. ആരാ നിങ്ങളെ വിളിച്ചത്? നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. ഏയ് തോന്നിയതാവോ? ഞങ്ങളൊക്കെ കേട്ടല്ലോ കരയുന്നത്. എന്നാ വേറെ ആരെങ്കിലും ഞാനറിയില്ല. പാവ ഗ്രാമവാസികളും മടങ്ങിപ്പോയി. അത് കണ്ട് ഇവൻ അങ്ങനെ ചിരിച്ചു. എന്റെ സൂത്രം പഠിച്ചു. അവരൊക്കെ മണ്ടന്മാരായി. ഇത് നല്ല രസമുള്ള കളിയാണ്. അതിനവന് രസം തോന്നി. മഴ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈ റായി വീണ്ടും അത് ആവർത്തിച്ചു. ഉറക്കെ കാര്യം, സാഇദൂനി സാഇദൂനി, ജാഅ ദീബ്, അഖദ ഗനം, എന്റെ ആടുകളെ പിടിച്ചു. ഇതാ ദിബ്, ചെന്നായ വന്നു, എന്റെ ആടുകളെ പിടിച്ചു. ഗ്രാമവാസികൾ വീണ്ടും ഓടിയെത്തി. അപ്പോഴും അവൻ പഴയതുപോലെ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല. അവർക്ക് നല്ല ദേഷ്യമാണ്. അവൻ അവനെ ശകാരിച്ചു. ഇവൻ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഏതായാലും ദേഷ്യത്തോടെ അവർ മടങ്ങിപ്പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോ അടുത്തുള്ള വാമ്പയിൽ നിന്ന്, കാട്ടിൽ നിന്ന് ശരിക്കും ദിബ് വന്നു, ചെന്നായ വന്നു. അത് നമ്മുടെ റായിയുടെ ഗനമിനെ പിടിച്ചു തിന്നാൻ തുടങ്ങി. നമ്മുടെ റായി ഉറക്കെ പറഞ്ഞു, സാഇദൂനി സാഇദൂനി, ജാഅ ദീബ്, അഖദ ഗനമി, എന്റെ ഗനമുകളെ ദിബ് പിടിക്കുന്നു, രക്ഷിക്കണേ സഹായിക്കണേ, വിളിച്ചു കയറി. ഈ ശബ്ദം ഗ്രാമവാസികൾ കേട്ടു.
പക്ഷെ അവരാരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല. ഈ ദിഗ്ബ് ഇവന്റെ അനമുകളെ കടിച്ചു കൊല്ലാൻ തുടങ്ങി. റായിയുടെ അനമുകളെ കടിച്ചു കൊല്ലാൻ തുടങ്ങി. അവൻ മടിയുമായിട്ട് ദിഗ്ബിനെ നേരിടാൻ ശ്രമിച്ചു. പക്ഷേ ദിഗ്ബ് അവന്റെ മേലെ ആക്രമിച്ചു, അവനെ കടിച്ചു, പറിച്ചു. ഒരുവിധം അവൻ ജീവൻ കൊണ്ട് ഒരു ശജറത്തിന്റെ മേലെ വലിഞ്ഞു കയറി അവന്റെ കുറെ വനമുകളെ ദിഗ്ബ് കടിച്ച് കൊന്നു. അതിലൊന്നുമായിട്ട് അത് കാടിനുള്ളിലേക്ക് പോയി. അവന്റെ മേലാകെ മുറിവായി. ഈ കഥയിൽ നമുക്ക് എന്ത് മനസ്സിലായി? കളവ് പറയുന്നവരെ, കെതിബ് പറയുന്നവരെ ആരും വിശ്വസിക്കില്ല. ഇതൊക്കെ നമുക്ക് ഒരു പാഠം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതും ഒരു റായിയുടെ കഥയാണ്. പക്ഷെ റായിൽ കാദിബല്ല, റായിൽ സ്വാദിഖ്, റായിൽ അമീൻ. അപ്പൊ നമുക്ക് ആ റായിയുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. നമ്മുടെ ഈ റായി, അദ്ദേഹത്തിന് ഒരു സാഹിബുണ്ട്, മുതലാളി. ആ സാഹിബിന്റെ വീട്ടില് അനമിനെ പരിചരിക്കലാണ് റായിയുടെ ജോലി. എന്താണ് അവിടെ നടക്കുന്നത്? ഒന്ന് പോയി നോക്കിയാലോ? هل تعرف ديك؟ نعم ديك. هل في بيتك ديك؟ نعم أيوة. صاح الديك في الصباح، صاح ديك. هل سمعت صياح الديك؟ هل سمعت؟ شوف صاح الديك في الصباح مبكرا، صاح الديك فأشرقت الشمس. شوف هنا الإشراق، الشمس يشرق. شوف أشرق الشمس، الإشراق الشمس في الصباح مبكرا، الإشراق الشمس، أشرق الشمس. فلما أشرق الشمس انتشر النور. لورد ولتشم انتشر النور. شوف أشرق الشمس انتشر النور فتفتحت الأزهار. ما الأزهار؟ حتى علم مكاريو. الأزهار زهر أزهار. هذا زهر أزهار. تفتحت الأزهار. شوف إلى فيديو. تفتحت الأزهار. فلما تفتحت الأزهار فاح الطيب. فماذا يجري هنا؟ شوف هل سمعت ذوال الغنم؟ كيف ذوال الغنم؟ هل سمعت ذوال الغنم؟ أيوة ارتفع ذوال الغنم. ارتفع ذوال الغنم. شوف فأسرع الراعي إلى مربض. أين الغنم؟ الغنم في المربض. شوف هذا مربض، يسكن الغنم في المربض. هذا مربض. هل فهمت؟ هذا مربض. يسرع الراعي تركت إلى مربض وفتح، فخرج الغنم من المربض وذهب راعي إلى وادي. ماذا وادي؟ أيوة കുന്നിൻ ചെരുവ്. നേരത്തെ പറഞ്ഞു അല്ലേ? وخرج راعي بالغنم إلى وادي. കുന്നിൻ ചെരുവിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. لما يخرج
ഇലൽ വാദി, എന്തിനാ കുന്നിൻ ചെരുവിലേക്ക് പോകുന്നത്? ലിമ ആയിവ ഫിൽ വാദി ഉശ്ബുൻ കസീറ യഅകുൽ ഗനം അൽ ഉശ്ബ. ആയിവ അങ്ങനെ നമ്മുടെ റായിയും ഗനമും കൂടെ വാദിയിലെത്തി. വാ മാ ഹാദാ ഹാദാ മൻദർ ജമീൽ. ശുഫ് മാദാ നറാ ഫിൽ വാദി, എന്തൊക്കെയാണ് നമ്മൾ ആ വാദിയിൽ കാണുന്നത്? ഫിൽ വാദി സഹർ 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 അസ്ഹാർ അസ്ഹാർ ഫിൽ വാദി അസ്ഹാർ കതീറ. شوف ثم ماذا؟ شجرة 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 كثيرة. أشجار في الوادي أشجار في الوادي حقول പുൽമേടുകൾ حقول. شوفنا حقول. هل ترى حقولا؟ نعم هنا حقول. هذا منظر جميل. شوفوا نظار نظار. ماذا نظار؟ نظر. شوف هذا نور. هذا نور പൂമൊട്ട്. നൗർ നവാർ പൂമൊട്ട്. النسيم يلاطف نوار. ماذا يلاطف؟ يلاطف طارق. النسيم. ما النسيم؟ هل سمعت صوت النسيم؟ നസീം നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഫാൻ ഇട്ടാൽ നമ്മളിലേക്ക് എന്ത് വരും? നസീം. ഫാനിൽ ഇങ്ങനെ നല്ല നസീം എത്തും. ശുഫ് ഹൽ തറ ഫിൽ വീഡിയോ അന്നസീമു യുലാത്തിഫു നവാർ. നസീമു യുലാത്തിഫു നവാർ. ശുഫ് 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 ഹൽ തറ ബനാബിൽ. മാദാ തസ്മഉ? സൗത്തുൽ ബുൽബുൽ. نعم البلبل تشدو بصوت حلوة. تشدو البلابل بصوت حلوة. هل ترى البلبل؟ أين البلبل؟ بلبل على الشجرة. تشدو البلابل. ماذا بلابل؟ بلبل 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 كثيرا بلابل. ഒരു ഒന്ന് ആണെങ്കിൽ നമ്മൾ ബുൽബുൽ എന്ന് പറയും. കുറെ ബുൽബുലുകൾ, നമ്മളൊരു കുയിലുകൾ അല്ലെ. അപ്പൊ അത് ഒരു കൂട്ടം, അതിനാണ് നമ്മൾ ഓരോ അറിവിലെ ജംഅ. ബുൽബുൽ എന്നതിന്റെ ജംഅാണ് ബലാബിൽ. സഹറുൻ 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 സഹർ, ഒരു കൂട്ടം സഹർ. അപ്പൊ എന്തായി? അസ്ഹാർ. ഷജറയുടെ ജംഅ അസ്ജാർ. ഷജറ മുഫ്രദ്, അസ്ജാർ ജംഅ. അതുപോലെ ബുൽബുൽ മുഫ്രദാണ്, ബലാബിൽ അതിന്റെ ജംഅാണ്. മുഫ്രദ് ജംഅ. ബുൽബുൽ ബലാബിൽ. അയ്നൽ ബലാബിൽ അല ശജറ. അൽ ബലാബിലു തസ്തു അല ശജറ. മരത്തിന് മുകളിൽ ഇരുന്ന് കുയിലുകൾ അങ്ങനെ പാടും. ഹൽ തറ ഫിൽ വീഡിയോ ഹൽ സമീഅത മിൻ വീഡിയോ അൽ ബലാബിലു തസ്തു അല. ശുഫിൽ വീഡിയോ. هل ترى المواشي؟ ماذا المواشي؟ شوف ماذا المواشي؟ مواشي كالنغالي. المواشي بقرة غنم شاة جاموس. هذا المواشي. ഇതൊക്കെ മവാശികളാണ് അല്ലേ? നാൽക്കാലികൾ, കന്നുകാലികൾ. ഇതിനൊക്കെ നമ്മൾ കന്നുകാലികൾ ഒന്നിച്ച് കന്നുകാലികൾ എന്ന് പറയാം. അതാണ് മവാശി. ഹൽ തറാ ഫീ വാദി അൽ മവാശി മാ യഫ്അലു? ഹിയ തർതഉ ഫിൽ ഹുകൂൽ. തർതഉ യഅകുലു അൽ ഉശ്ബ് യഅകുലു അൽ ഉശ്ബ്. തർതഉ ഫിൽ ഹുകൂൽ. അൽ മവാശി തർതഉ ഫിൽ ഹുകൂൽ. ഹാദ അൽ ബഖറ യഅകുലു അൽ ഉശ്ബ് വൽ ഗനം ജമീഅൻ തർതഉ 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 ترتع في الحقول. فشوفي على الشجرة هنا طائر. هنا طائر. ماذا يفعل الطائر؟ هي تطعم الأفراخ.
താഇറുൻ തുത്ഇമുൽ അഫ്റാഖ്. ഫർഹുൻ ഫർഹുൻ കുഞ്ഞുങ്ങൾ. ഫർഹുൻ കുഞ്ഞ്. ഫർഹുൻ 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 അഫ്റാഖ്. ഫർഹുൻ മുഫ്രദ് അഫ്റാഖ് ജമ. കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? തുത്ഇമു തുത്ഇമു തആം തുത്ഇമു ശുഫ്. അത്തുയൂറു തുത്ഇമു അഫ്റാഖ്. അത്തുയൂറു തുത്ഇമു അഫ്റാഖ്. ഹാദാ മൻദറുൻ ഫിൽ വാദി. ആ വാദിയിലെ കാഴ്ചകളാണ് അതൊക്കെ. ഇദ്ദേഹം ഇതൊക്കെ നോക്കി അങ്ങനെ നിന്നു, അതൊക്കെ കണ്ട് രസിച്ചു. ശുഫുന ജാ യഅസൂബ്. യഅസൂബ് യതീറു യതീറു യഅസൂബ്. ഹതറ യഅസൂബ്. هنا يعزب آخر. كم يعزب؟ واحد اثنين ثلاثة أربعة. يعاسيب. يعزب يعاسيب جمع. തുമ്പികൾ അല്ലേ? يعاسيب. ثم ماذا؟ فراشة. فراشة. كم فراشة؟ شوف فراشة آخر فراشة آخر فراشة آخر فراشات. നമ്മുടെ റാഹിയുടെ മനസ്സിൽ ഒരു കവിത വന്നു. അദ്ദേഹം അത് മനോഹരമായി പാടി. ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി ഇത് ആരുണ്ടാക്കിയതാണ്? ആരാണ് ഇത് ചെയ്തത്? ആരാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത്? അഹ്സൻ, നമ്മുടെ റബ്ബ്. അപ്പൊ അദ്ദേഹം അതിനെ പറ്റി പാടി. അപ്പൊ നിങ്ങള് എന്താ ചെയ്യേണ്ടത്? ഇസ്തമേ സുമ്മ ഉൻഷുദ് മഅി. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അതിനുശേഷം നിങ്ങൾ എൻ്റെ കൂടെ പാടണം. അയ്യോ ലഹ്നുൽ കൗൺ. മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു ദന്നഖ്ലു ഫിൽ വാദി والعشب والنوار والروض مزدان والظل والأشجار والشمس في فلك والنجم والأقمار ما أجمل الدنيا فيها أصب المعطار ألحانها تسري تشدو بها الأطيار حسن على حسين فيض من الإبهار قد رفعه ربي الخالق القهار ما أروع الأزهار والشت والأنهار ذا النخل في الوادي والأشب والنوار والروض مزدان والظل والأشجار والشمس في فلك والنجم والأقمار ما أجمل الدنيا فيها أصب المعطار ألحانها تسري تشدو بها الأطيار حسن على حسين فيض من الإبهار قد رفعه ربي الخالق القهار. പാട്ടെല്ലാവരും കേട്ടല്ലോ അല്ലേ? അൽസമീഅത്തു നശീദ ഹാദിർ നശീദ നറാ ഫി കിതാബി ഫി റഖ്മു സഫ 16. 16ാമത്തെ പേജിൽ നമുക്ക് നമ്മുടെ കിതാബിൽ ഈ പാട്ട് കാണാം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ പാട്ട് നമുക്ക് കാണാം. ഇത് നമ്മളൊന്ന് ചൊല്ലി പഠിക്കണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അൽ മൻദറു ഫിൽ വാദി, അത് പേജ് നമ്പർ 11 നമ്മുടെ പുസ്തകത്തിലെ 11 റഖ്മു സഫ 11 നറാ ഫി കിതാബി നമ്മുടെ സ്ക്രീനിൽ കാണിച്ചതുപോലെ പേജ് നമ്പർ 11 അൽ വാദി യബ്തസിം എന്ന പേരിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ ഇത്
രണ്ട് ഭാഗങ്ങളും നമ്മൾ നോക്കി വായിച്ച് ചൊല്ലി പരിശീലിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.